നമസ്കാരം. ഇന്ന് നിങ്ങളൊരാളെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുമായിട്ടുള്ള കണക്ഷൻസ്, ആളുമായിട്ടുള്ള ഫീലിങ്സ്, ആളോടുള്ള മനോഭാവം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിച്ച് ഒത്തിരി വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളൊരുപാട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് ഇപ്പോൾ എന്താണ്? നിങ്ങൾ ആ വ്യക്തിയെ കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഫീലിങ്സ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് 2 കാർഡ് വെച്ചിട്ട് നോക്കാം. അതിലൊരെണ്ണം നിങ്ങൾ പിക്ക് ചെയ്യുക. നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിയെക്കുറിച്ചിട്ടുള്ള കാർഡ്, അതിൽ 2 കാർഡ് എടുക്കാം. ഒരെണ്ണം, രണ്ടാമത്തെ കാർഡ്. 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1, 2. ദ മൂൺ 2 ആണ്. ജഡ്ജ്മെൻ്റ് ആണ് ഒന്നാമത്തെ കാർഡ്. അപ്പോൾ നിങ്ങളിതിലൊരു കാർഡ് പിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് കറൻറ്റ് ഫീലിങ്സ്, എന്താണ് നിങ്ങൾ ആ വ്യക്തി ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കാർഡാണ് നമ്മൾ ആദ്യം റീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ജഡ്ജ്മെൻ്റ് ആണ്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ജഡ്ജ്മെൻ്റ് ആണ്. ഇതിൽ നമ്മുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം ആരംഭിക്കുന്നതിനും പഴയ തെറ്റുകളിൽ നിന്നെല്ലാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ്. അതിൽ തന്നെ നമുക്ക് ഒരുപാട് കുറ്റബോധങ്ങൾ, വിഷമങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിലുണ്ടായിരിക്കാം. പക്ഷേ മനസ്സ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയരുത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജഡ്ജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാർഡാണിത് കേട്ടോ. ആത്മപരിശോധനയും കണക്കെടുപ്പും, നിങ്ങളെക്കുറിച്ചിട്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് തെറ്റുപറ്റിയിരിക്കുന്നത്, വിഷമിപ്പിച്ചിരിക്കുന്നത്, അതേപോലെ തന്നെ ഒരുപാട് വിട്ട് കളയേണ്ട സാഹചര്യങ്ങളുണ്ട്. ഒരുപാട് നിങ്ങളെ വിഷമിപ്പിച്ച് കുറ്റപ്പെടുത്തിയവരുടെ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ അതൊക്കെ വിട്ട് കളയുക. അതിലൊന്നും നിങ്ങൾ സ്റ്റക്ക് ഓണായി നിൽക്കണ്ട. നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ ഒരിക്കലും ലൈഫിൽ വരില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ നിങ്ങളെ തേടി വരാനുള്ള എല്ലാ ചാൻസസും ഈ ഒരു കാർഡിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തുറന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറ്റബോധം കാരണം കൊണ്ട് നിങ്ങൾ മറച്ചു വെച്ച കാര്യങ്ങൾ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിലേഷൻഷിപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങളത് വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുറന്നു പറയുന്നതാണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് നല്ലത്. അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ പുതിയൊരു തുടക്കം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരു പക്ഷേ പഴയൊരു വ്യക്തി ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് കൊണ്ട് ഉള്ളൊരു പുതിയ തുടക്കം. അപ്പോൾ നിങ്ങൾ പഴയ കാര്യങ്ങൾ, പറയാൻ മടിച്ച കാര്യങ്ങൾ, മറച്ചു വെച്ച കാര്യങ്ങൾ എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് പറഞ്ഞ് അതിൽ നിന്ന് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് വേണം മുന്നിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയൊരു തുടക്കം ലൈഫിൽ കിട്ടുമെന്നാണ് ഈ ഒരു കാർഡിൽ പറയുന്നത്. കാരണം പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എടുക്കാൻ ഒരുപാട് ടൈം ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അങ്ങനെ ഡിലേ ആവാതെ നല്ല രീതിയിൽ ആലോചിച്ച് സ്വന്തം ഉള്ളിലുള്ള ഒരു ഇന്നർ വോയിസ് നിങ്ങൾ കേട്ട് മനസ്സിലാക്കി ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നൊക്കെ ഉണ്ട് നിങ്ങൾ ഒരുപാട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലതും പറയാൻ മടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വിട്ട് കളയുക. സംശയം തോന്നിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്, അതൊക്കെ വിട്ട് കളയുക. അതൊക്കെ നിങ്ങൾ ഒരു പക്ഷേ കാണുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കണമെന്നില്ല. ശരി, അപ്പോൾ ആലോചിക്കുക, ഉള്ളിലുള്ള ഒരു വോയിസ് എന്താണോ പറയുന്നത് വെച്ചാൽ അതുപോലെ കേൾക്കുക. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ, പുതിയൊരു ലൈഫിന് തുടക്കമാകാമെന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത കാർഡ് എന്ന് പറയുന്നത് ദ മൂണിൽ നമുക്ക് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ ആ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സൗണ്ട്, നിങ്ങളുടെ ആ ഒരു ഇന്നർ വോയിസ് നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾ പലരോടും അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് കണക്ട് ചെയ്തിരിക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് മാത്രമാണ് അറിയുള്ളൂ. മറ്റുള്ളവർ ഒരു അഭിപ്രായം പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അവരുടെ നിങ്ങളെ ഭാവിയെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം മാത്രമായിരിക്കും. പക്ഷെ അത് നിങ്ങളായിട്ട് കണക്റ്റഡ് ആവണമെന്ന് ഇല്ല. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആശയക്കുഴപ്പങ്ങളും തെറ്റിദ്ധാരണകളെയും അല്ലെങ്കിൽ യഥാർത്ഥ വികാരങ്ങളെയൊക്കെ മറച്ചു വെച്ചിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാം. അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയൊരു ലൈഫാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം, അതായത് പറയാതിരുന്ന എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് നല്ല രീതിയിലുള്ള ഒരു ഈഗോ ഒക്കെ കളഞ്ഞ്
നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ക്ഷമിച്ച് തുറന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് പോകുക. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, ഇപ്പോഴും പറഞ്ഞത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ള ഒരു തീരുമാനങ്ങൾ ഒഴിവാക്കുക. കാരണം പിന്നീട് ഈ എടുത്തു ചാടി പറയുന്ന ഓരോ കാര്യങ്ങൾ പിന്നീട് പുറത്തേക്ക് വരുമ്പോഴാണ് പിന്നീട് ഇങ്ങനെ ഓരോരോ സംശയങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് ആ ഒരു ബന്ധം ഇങ്ങനെ ലാഗ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള തീരുമാനം ലാഗ് ചെയ്ത് പോവാതിരിക്കാനായിട്ട് വലിയൊരു തീരുമാനങ്ങളാണ് നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആലോചിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറയാതിരുന്നത്, നിങ്ങളുടെ വികാരങ്ങളെ ഹൈഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ ആത്മപരിശോധന ചെയ്യുക. എന്നിട്ട് ആ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആവുക. കാരണം നിങ്ങൾ നല്ല ബോണ്ടിങ് ഉള്ള ആൾക്കാരായിരുന്നു. ചെറിയൊരു കാര്യം കൊണ്ടാണ്, ഒരു തെറ്റിദ്ധാരണ കൊണ്ട്, ഒരു സംശയം കൊണ്ടാണ് മാറി നിൽക്കുന്നത്. അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഹൈഡ് ചെയ്തേക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ പറയുക. അപ്പോൾ നിങ്ങൾക്കിത് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. താങ്ക്